എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22-ാം തീയതി നമുക്ക് ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഇതിൻ്റെ എക്സാമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ പേർക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ അതുപോലെ 40 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് 50 മാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതിന് കൂടുന്നില്ല, ഒട്ടും കൂടുന്നില്ല എന്ന് പറയുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങുന്ന ആളാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കാം. ഇതിൽ മെയിനായിട്ട് കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിംഗ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ആൻസറും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ലോങ് വീഡിയോ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നന്നായിട്ട് നോക്കി പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, തീർച്ചയായിട്ടും മുഴുവൻ ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് റീസെൻ്റായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതായത് ഈ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ആൻഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അത് ടൈപ്പിസ്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിൽ ഒരു 5 മാർക്ക്, മിനിമം ഒരു 5 മാർക്കെങ്കിലും തീർച്ചയായിട്ടും കൂടി കിട്ടും, അത് ഉറപ്പ് പറയുകയാണ്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുകൂടാതെ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇതിൽ ഓർഡർ അല്ല, എങ്കിലും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂഷ്വലി കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ യൂസിങ് എ കേബിൾ. അതായത് കമ്പ്യൂട്ടറിലേക്ക് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ കേബിൾ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിഫറൽ ഡിവൈസസ് ആണ്. പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ആ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് പെരിഫറൽ ഡിവൈസസും പിന്നെ വരുന്നത് അതിൻ്റെ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് വരുന്ന ഡിവൈസസ് ആണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, Dash includes that serve as shortcuts for common commands such as save, print and spelling. Okay, dash includes icons that serve as shortcuts for common commands such as save, print and spelling. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടൂൾ ബാർ ആണ്. അതായത് ടൂൾ ബാറിലാണ് ഈ ഐക്കൺസ്, അതായത് ഷോർട്ട് കട്ട് കമാൻഡ്സ് ഉള്ളത്. സേവ്, പ്രിൻറ്റ്, സ്പെല്ലിംഗ് ഇതൊക്കെ വരുന്നത്. ആ ക്വസ്റ്റ്യൻ അതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ദ ഷോർട്ട് കട്ട് കീ ഫോർ മേക്കിംഗ് എ ടെക്സ്റ്റ് ബോൾഡ് ഈസ്. അതായത് ഒരു ടെക്സ്റ്റിന് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+B ആണ്. മാർജിൻസ് ഓഫ് ദ പേജ് ക്യാൻ ബി സെറ്റ് യൂസിങ് വിച്ച് മെനു. അതായത് താഴെ തന്നിട്ടുള്ള ഏത് മെനു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർജിൻസ് സെറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേഔട്ട് മെനു ആണ്, ലേഔട്ട് ടാബാണ്. ഓക്കെ, മെയിൽ മെർജ് ഈസ് യൂസ്ഡ് ടു. മെയിൽ മെർജ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പേഴ്സണൈസ് എ ഡോക്യുമെൻറ്റ് വിത്ത് ഡാറ്റ സോഴ്സ്. അതായത് ഒരു ഡാറ്റ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഡോക്യുമെൻറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ മെർജ് ഉപയോഗിക്കുന്നത്. ദ ആനിമേഷൻ ലൈക്ക് എഫക്റ്റ് ദാറ്റ് ഹാപ്പൻ വെൻ യു മൂവ് ഫ്രം വൺ സ്ലൈഡ് ടു ദ നെക്സ്റ്റ് ഡ്യൂറിങ് എ പ്രസൻറ്റേഷൻ. അതായത് ഒരു പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഒരു സ്ലൈഡിൽ നിന്നും മറ്റു സ്ലൈഡിലേക്ക്, അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ആനിമേഷൻ എഫക്റ്റാണ്. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന എഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, സ്ലൈഡ് ട്രാൻസിഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ലൈഡിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്, ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജിനോ സ്പെഷ്യലായിട്ട് നമ്മൾ എഫക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒറ്റ ഒരു ഐറ്റം മാത്രം അവിടെ എഫക്റ്റിൽ വരികയാണെങ്കിൽ അത് ആനിമേഷൻ എന്ന് പറയും. അതേസമയം ആ സ്ലൈഡ് മൊത്തത്തിൽ ഒരു ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ലൈഡ് ട്രാൻസിഷൻ. ഓക്കെ, വിച്ച് മെനു ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് സ്ലൈഡ് നമ്പർ ടു സ്ലൈഡ്സ്. സ്ലൈഡ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് ആണ്. ഇൻസേർട്ടിലാണ് സ്ലൈഡ് നമ്പർ വരുന്നത്. ഇനി വിച്ച് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ എക്സൽ. എക്സലിൽ നമുക്ക് ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. ഇഫ്, വി ലുക്കപ്പ്, കൗണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി സെറ്റിംഗ് റൂൾസ് ഫോർ ഫോർമാറ്റിംഗ് സെൽസ് ഇൻ
Excel is termed as. Setting rules for formatting cells in Excel is termed എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. മോനടുത്തുണ്ട്, അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ക്ഷമിക്കുക. ഇനി അപ്പോൾ ഇത് സെൽസിന് നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു 50, ഇപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ 50 മാർക്കിന് മുകളിൽ കിട്ടിയ ആൾക്കാരുടെ സെല്ല് ഒരു കളറിൽ കൊടുക്കുക, പച്ച കളറിൽ കൊടുക്കുകയെന്ന് വിചാരിച്ചോ. പിന്നെ അതുപോലെ തന്നെ 30 മാർക്കിന് താഴെയുള്ള ആൾക്കാരുടെ സെല്ലിന് റെഡ് കളർ കൊടുക്കുക. അങ്ങനെ നമുക്ക് കളർ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഓക്കെ, പിവറ്റ് ടേബിൾസ് ആർ പ്രസൻറ്റ് ഇൻ. പിവറ്റ് ടേബിൾ ഏതിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, പ്രസൻ്റ് ആയിട്ടുള്ളത് പിവറ്റ് ടേബിൾസ് ഏതിലാണ് നമ്മൾ ഉപയോഗിക്കാം? ആൻസർ ഓപ്ഷൻ എ MS Excel ആണ്. നമുക്ക് ചാർട്ട്സും പിവറ്റ് ടേബിൾസും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എക്സലിലാണ് വരുന്നത്. ഓക്കെ, പിവറ്റ് ടേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു ഡാറ്റ ഉണ്ട്, വലിയൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ അത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ്. അതായത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ടെക്നോളജി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് were used in dash generation computers. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനറേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തേർഡ് ജനറേഷൻ ആണ്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷനിൽ എന്താണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഏതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോമ്പാക്റ്റ് ഡിസ്ക് ആണ്, കോമ്പാക്റ്റ് ഡിസ്ക്. ഓക്കെ, CPU കൺസിസ്റ്റസ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. CPU എന്തൊക്കെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. അതായത് ALU ആൻഡ് CU, റാം ആൻഡ് റോം, ക്യാഷ് മെമ്മറി, ഇതൊക്കെ CPUവിൽ വരുന്നതാണ്. ഓക്കെ, ALU എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU ഉപയോഗിക്കുന്നത്. ഇനി CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് CU എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതായത് നമ്മൾ ഈ ഇതിൽ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ റാമിലാണ് സ്റ്റോർ ചെയ്യുക. വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് ഇതിൽ റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ കറണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് പവർ സപ്ലൈ ഇല്ലാത്തപ്പം അതൊന്നും നഷ്ടപ്പെട്ടു. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആണ് റോമിൽ വരുന്നത്. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, പക്ഷേ പ്രൈമറി മെമ്മറിയാണ് ALU, റാമും റോമും പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ ഇതിൽ റോമിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെ അറിയപ്പെടുന്നത് ഫേംവെയർ എന്നാണ്. പിന്നെ റോമിലുള്ള ഡാറ്റ പവർ സപ്ലൈ ഇല്ലാത്തപ്പം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതിൻ്റെ റോമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് ഇതിലേക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അതിലുള്ള ഡാറ്റ, അതായത് എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ പറ്റും. ഓക്കെ, ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൈമറി മെമ്മറിയും പിന്നെ അതുപോലെ തന്നെ CPUവിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഇതിലേക്ക് ക്യാഷ് മെമ്മറിയിലേക്ക് പെട്ടെന്ന് അഡ്രസ്സോ, അതായത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് മെമ്മറി ഉപയോഗിക്കാറുണ്ട്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റസ്റ്റ് മെമ്മറിയാണ് വരുന്നത്. രജിസ്റ്റർ ഉണ്ടെങ്കിൽ രജിസ്റ്ററാണ് ഏറ്റവും ഫസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. രണ്ടാമതാണ് ക്യാഷ് മെമ്മറി വരുന്നത്. ഡാഷ് മേക്സ് ദ ഡാറ്റ പാത്ത് ഫോർ വേരിയസ് കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ in between. Dash makes the path for various components of the computer in between. ആൻസർ ഓപ്ഷൻ എ, മദർ ബോർഡാണ്. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ വേരിയസ് കമ്പോണൻസിൻ്റെ ഇടയിൽ ഒരു ഡാറ്റ പാത്ത്
ചെയ്യുന്നത് മദർ ബോർഡാണ്. മദർ ബോർഡിലാണ് നമ്മൾ ഈ സി പി യു എന്ന് പറഞ്ഞാൽ ഒരു ചിപ്പാണ്, മൈക്രോ പ്രോസസ്സർ ചിപ്പാണ്. ചിപ്പ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മദർ ബോർഡിലാണ്. പിന്നെ അതുപോലെ റാമിൽ, അതായത് ഈ റാമും റോമും ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മദർ ബോർഡിലാണ്. മദർ ബോർഡിനെ അറിയപ്പെടുന്ന പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ്, PCB എന്നാണ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് മദർ ബോർഡ് അറിയപ്പെടുന്നത്. ഡാഷ് ഇസ് ദ ലേറ്റസ്റ്റ് റാം ടെക്നോളജി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം ടെക്നോളജി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് DDR5. ഓക്കെ. ക്യാഷ് മെമ്മറി ഹാസ് സൈസ് അപ് ടു ഫ്യൂ. ആൻസർ ഓപ്ഷൻ എ MB ആണ്. ക്യാഷ് മെമ്മറീൻ്റെ സൈസ് MB ആയിട്ടാണ് വരുന്നത്. വിച്ച് ഹാസ് ഫസ്റ്റസ്റ്റ് റെസ്പോൺസ് ടൈം ഉള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, CPU രജിസ്റ്റർ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്ററാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ കമ്പോണൻറ്റ് ഓഫ് വിൻഡോസ് OS ദാറ്റ് പ്രൊവൈഡ്സ് ദ എബിലിറ്റി ടു വ്യൂ ആൻഡ് ചേഞ്ച് സിസ്റ്റം സെറ്റിംഗ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺട്രോൾ പാനൽ. നിങ്ങളിത് ടെൻഷൻ അടിക്കേണ്ട, ഈ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ചോദിക്കുന്നതല്ല. ഇത് ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റിൻ്റെ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് എടുത്തതാണ്. ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും നമ്മളെ സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണ്ട. അത് ഞാൻ ഏകദേശം ഈ ഒരു ഇതിൻ്റെ പോസ്റ്റുകളുടെ, അതായത് ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. Dash is a screen capture tool that allows taking screenshots of an open window in Windows. വിൻഡോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ആൻസർ നോക്കാം. അത് സ്നിപ്പിംഗ് ടൂളാണ്. ഓക്കെ. The alignment settings in MS Word control the dash position of the paragraph text between the margins. The alignment settings in MS Word control the dash position of the paragraph text between the page margins. Answer horizontal ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അലൈൻമെൻ്റ് ആണ് MS വേർഡിൽ അലൈൻമെൻറ്റ് സെറ്റിങ്സിൽ പാരഗ്രാഫ് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് സെറ്റിങ്സ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അവിടെ ചേഞ്ച് വരുന്നത്. ഇനി അടുത്തത്, എ ഡാഷ് ഡിഫൈൻസ് ദ സ്പേസ് ബിറ്റ്വീൻ ടു ഡോക്യുമെൻറ്റ് എലമെൻറ്റ്സ് ഇൻ MS വേർഡ്. MS വേർഡിൽ രണ്ട് ഡോക്യുമെൻ്റ് എലമെൻറ്റ്സ് തമ്മിലുള്ള സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ടാബ് സ്റ്റോപ്പ് ആണ്. ഓക്കെ. ഇതൊക്കെ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. ഓക്കെ. ഇത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇൻസ്ട്രക്ടറിൻ്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെയാണ്, അതായത് മറ്റ് പോസ്റ്റുകളുടെയാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ടു ഡിസ്പ്ലേ ഓർ ഹൈഡ് പാരഗ്രാഫ് മാർക്സ് ആൻഡ് അതർ സ്ട്രക്ചറൽ ക്യാരക്ടേഴ്സ് ഇൻ MS വേർഡ് പ്രസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Shift+8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, to start a new bulleted list in MS Word, enter and dash at the beginning of a paragraph and then press the space bar or the tab key before entering the list item text. ആൻസർ ഓപ്ഷൻ എ ആസ്റ്ററിസ്ക് ആണ്. അതായത് സ്റ്റാർ മാർക്കാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു MS വേർഡിൽ പുതിയൊരു ബുള്ളറ്റഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫിൻ്റെ മുന്നേ ആയിട്ട് സ്റ്റാർ മാർക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സ്പേസ് ബാറോ അല്ലെങ്കിൽ ടാബ് കീയോ നമ്മൾ ആ ഒരു ഐറ്റം ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബുള്ളറ്റഡ് ലിസ്റ്റ് വരും എന്നാണ് പറയുന്നത്. ടു റിമൂവ് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ് പ്രസ്. അതായത് ക്യാരക്ടർ ഫോർമാറ്റിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ Ctrl+Space ആണ്. കൺട്രോളും സ്പേസ് ബാറും ആണ് ചെയ്യേണ്ടത്. ഡാഷ് അലോസ് സിനിമയില്ല, പിന്നെ നോക്കാം, മോനുണ്ട്, അതാണ്. ഡാഷ് ഓൾവേസ് ഷോസ് ദ ആക്റ്റീവ് സെൽ അഡ്രസ് ഇൻ എക്സൽ. MS എക്സലിൽ ഏതിലാണ് ആക്റ്റീവായിട്ടുള്ള സെൽ അഡ്രസ്സ് കാണിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെയിം ബോക്സിലാണ് ആക്റ്റീവായിട്ടുള്ള സെൽ അഡ്രസ്സ് കാണിക്കുന്നത്. ഓക്കെ. ഡാഷ് ഇസ് ആൻ അഡ്വാൻസ്ഡ് concat function in MS Excel that can join text from multiple cells and even it can accept the delimiter. ആൻസർ ഓപ്ഷൻ എ ടെക്സ്റ്റ് ജോയിൻ ആണ്. ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്, അതായത് ടെക്സ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ
ഈ കൺകാറ്റ് ഫംഗ്ഷൻ, അതായത് കൺകാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ്, അതായത് രണ്ട് ടെക്സ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. അത് നമുക്ക് ടെക്സ്റ്റ് മൾട്ടിപ്പിൾ സെൽസിലുള്ള ടെക്സ്റ്റിനെ ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്. ഡാഷ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കോളം ആൻഡ് റോസ് ഇൻ MS Excel. MS Excelൽ കോളംസിൻ്റെയും റോസിൻ്റെയും കോമ്പിനേഷൻ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി വർക്ക്ഷീറ്റ് എന്നാണ്. ബൈ ഡാഷ് we can get data from any source supported by MS Excel. By dash we can get data from any source supported by MS Excel. ആൻസർ ഓപ്ഷൻ സി ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഈ MS Excelൽ സോഴ്സ്, അതായത് ഒരു ഡാറ്റ ഫ്രം എനി സോഴ്സ് സപ്പോർട്ടഡ്, അതായത് നമുക്ക് ഏത് സോഴ്സിൽ നിന്നും ഡാറ്റ സോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഏതാ ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം. ഡാഷ് ഈസ് നോട്ട് എ തീം ഓഫ് MS ഓഫീസിൻ്റെ തീം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്ലൂ. അടുത്തത് എ ഡാഷ് ഇസ് എ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഇൻ MS PowerPoint വിത്ത് എ തീം ഓൾറെഡി അപ്ലൈഡ് ടു ഇറ്റ്. അതായത് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ MS PowerPointലെ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ്, അതായത് ഓൾറെഡി അവിടെ തീം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏതാണത്? ആൻസർ ഓപ്ഷൻ എ ഡിസൈൻ ടെംപ്ലേറ്റ്. ടു ഡിസ്പ്ലേ എ പ്രസൻറ്റേഷൻ ഇൻ MS PowerPoint സ്ലൈഡ് ഷോ വ്യൂ ഫ്രം ദ കറണ്ട് സ്ലൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു MS PowerPoint സ്ലൈഡ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി Shift+F5 ആണ്. F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനിങ് നിന്നാണ് സ്ലൈഡ് ഷോ പ്രസൻറ്റ് ആവുക. ഇവിടെ ഇപ്പോൾ കറണ്ട് സ്ലൈഡിൽ നിന്ന് പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ട് Shift+F5 ആണ് ഉപയോഗിക്കേണ്ടത്. വി ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ടച്ച് മോഡ് ആൻഡ് മൗസ് മോഡ് ഇൻ MS PowerPoint. ദ സ്റ്റാൻഡേർഡ് ഡെസ്ക്ടോപ്പ് ആപ്പ് യൂസർ ഇൻ്റർഫേസ് ഫ്രം ദ, അതായത് നമുക്ക് ഈ ടച്ച് മോഡും മൗസ് മോഡും എടുക്കാൻ വേണ്ടിയിട്ട് PowerPointൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ടു പെർമനൻ്റ്ലി റീഡിസ്പ്ലേ ദ റിബൺ ഇൻ MS PowerPoint പ്രസ്. ഇത് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും നമുക്ക് ചോദിക്കില്ല. ആൻസർ ഓപ്ഷൻ ബി Ctrl+F1 ആണ്. വാട്ട് വി ഹാവ് ടു ടൈപ്പ് ഇൻ ദ റൺ ഡയലോഗ് ബോക്സ് ഇൻ, ഇതും വേണ്ട. ഓക്കെ, ഞാൻ അതിൽ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. ഇത് ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ IPv6 അഡ്രസ്? IPv6 അഡ്രസ്സിൻ്റെ ലെങ്ത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 128 ആണ്. 128. അടുത്ത ക്വസ്റ്റ്യൻ FTP സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ സി ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഓക്കെ, ആരും ദയവ് ചെയ്തിട്ട് ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഏത് രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്ഷ്യൽ, അതായത് ഇൻസ്ട്രക്ടറാണ് വരുന്നത്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡക്ക് ഗോ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഡാഷ് ഇസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ തന്നിട്ടുള്ളതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി COM ആണ്. വിച്ച് ഷോർട്ട്കട്ട് ഇൻ MS Word ഈസ് യൂസ്ഡ് ടു ക്ലോസ് എ ഡോക്യുമെൻറ്റ്? ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട്കട്ട് കീ. ആൻസർ ഓപ്ഷൻ എ Ctrl+W ആണ്. വിച്ച് ഫീച്ചേഴ്സ് ഇൻ MS Word എനേബിൾസ് ടു റിപ്പീറ്റ് ദ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടാസ്ക്സ്? വിച്ച് ഫീച്ചർ ഇൻ MS Word എനേബിൾസ് ടു റിപ്പീറ്റ് ദ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടാസ്ക്സ്? ആൻസർ ഓപ്ഷൻ സി മാക്രോ ആണ്. അതായത് നമ്മൾ മാക്രോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കീ സ്ട്രോക്സ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് മൗസ് ക്ലിക്സ്, അതുപോലെ തന്നെ കീബോർഡിൽ എന്തെങ്കിലുമൊക്കെ കീകൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് ഈ മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഡാഷ് ഈസ് യൂസ്ഡ് ടു ആഡ് അഡീഷണൽ സ്പേസ് ടു മാർജിൻ വൈൽ പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ്. അതായത് ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം, അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മാർജിൻ വിടും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യാനും ബൈൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇടുന്ന മാർജിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ഗട്ടർ മാർജിൻ ആണ്.
Dash in Excel is used to change or highlight inserting data points for investigating and scrutiny. ആൻസർ ഓപ്ഷൻ ബി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അതായത് ഈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇതിന് വേണ്ടിയിട്ട്, അതായത് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ആഴത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, അതായത് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മാർക്കിൻ്റെ കാര്യങ്ങൾ, 30 മാർക്കിന് താഴെ റെഡ് കളർ കൊടുക്കാനും 50 മാർക്കുള്ളവർക്ക് 50 മാർക്കിന് മുകളിലേക്കുള്ളവർക്ക് ഗ്രീൻ കളർ കൊടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ക്രൈറ്റീരിയ അറിയുമെങ്കിൽ ആ കളർ നോക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് ഈ എന്ത് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഡാഷ് ഷോർട്ട് കട്ട് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ റോ. ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ Ctrl+- ആണ്. Ctrl+- ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കോപ്പി ദ cell format to another cell. Dash is used in Excel to copy the cell format to another cell. ആൻസർ ഓപ്ഷൻ ഡി ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. അതായത് നമുക്ക് ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പവർ പോയിൻറ്റ്. ഡാഷ് ഷോർട്ട് കട്ട് ഇൻ പവർ പോയിൻറ്റ് ഈസ് യൂസ്ഡ് വ്യൂ ദ പ്രിൻറ്റ് പ്രിവ്യൂ. അതായത് പവർ പോയിൻറ്റിൽ നമ്മൾ പ്രിൻറ്റ് പ്രിവ്യൂവിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് Ctrl+F2 ആണ്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് ദ ലെറ്റർ. അതായത് ഒരു ലെറ്ററിൻ്റെ എൻഡ് അവസാനിച്ചു എന്ന് അറിയിക്കുന്ന പാർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ. വാട്ട് ഈസ് ദ യൂസ് ഇൻ CC ഇൻ ഇമെയിൽ. ഇമെയിലിൽ CCൻ്റെ ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് റെസിപ്പിയൻറ്റ് ഓഫ് ദ മെസ്സേജസ് ആർ വിസിബിൾ ടു ഓൾ അതർ റെസിപ്പിയൻസ് ഓഫ് ദ മെസ്സേജ്. അതായത് നമ്മൾ ഒരു മെസ്സേജിനെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് അയക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ആ ഇത് ഇമെയിൽ കോപ്പി ചെയ്തിട്ടുണ്ട് എന്ന് റെസിപ്പിയൻറ്റിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് CC എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് റിട്ടേൺ ടു എ ക്രെഡിറ്റർ റിമൈൻഡിങ് ഹിം ടു സെറ്റിൽ ആൻ ഓവർ ഡ്യൂ അക്കൗണ്ട് ആർ നോൺ ആസ്. അതായത് ഒരു എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് ഇനിയും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓവർ ഡ്യൂ ആയി എന്ന് ക്രെഡിറ്റർക്ക് അറിയിക്കുന്ന ലെറ്റർ എന്തിലാണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഡണ്ണിങ് ലെറ്റേഴ്സ് ആണ്. ഡണ്ണിങ് ലെറ്റേഴ്സ്. DO ലെറ്റർ ഈസ് റിട്ടേൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. DO ലെറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ദ മാറ്റർ ഈസ് കോൺഫിഡൻഷ്യൽ നേച്ചർ. ദ മാറ്റർ റിക്വയർസ് പേഴ്സണൽ അറ്റൻഷൻ. ദ മാറ്റർ ഈസ് അർജൻറ്റ് ആൻഡ് റിക്വയർസ് ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ് പെർമനൻ്റ്ലി. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കമാൻഡാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് സേവ് ആണ്. സേവ് ആസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്തു, അത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാനും അതുപോലെ ഡിഫറെൻറ്റ് നെയിമിലേക്ക് സേവ് ചെയ്യാനൊക്കെയാണ് സേവ് ആസ് ഉപയോഗിക്കുന്നത്. ഇൻ MS Word വിച്ച് ഏരിയ ഈസ് യൂസ് ടു എൻ്റർ ദ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏരിയ MS Wordൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ്. വിച്ച് ബാർ കണ്ടെയ്ൻസ് ദ കറൻറ്റ് പൊസിഷൻ ഓഫ് ദ കേഴ്സർ ഇൻ MS Word. MS Wordൽ കേഴ്സറിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ ഉള്ള ബാർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ ആണ്. വേർ ഡസ് ദ ക്ലോസ് ബട്ടൺ അപ്പിയർ ഇൻ MS Word. MS Wordൽ ക്ലോസ് ബട്ടൺ എവിടെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ വിൻഡോ. അതായത് വിൻഡോൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലാണ്. ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ ഹോം മെനു. ഹോം മെനുവിൽ എത്ര ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 5 ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് ആർ അവൈലബിൾ ഇൻ വിച്ച് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് അവൈലബിൾ ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഫോണ്ട് ഗ്രൂപ്പാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ പർപ്പസ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ടു ഹോൾഡ് ഫെമിലിയർ ആൻഡ് റിപ്പീറ്റഡ് ഫങ്ഷൻ. അതായത് ഫെമിലിയർ ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഡിഫോൾട്ടായിട്ട് എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. സേവ്, റീഡു, അൺഡു ആണ്. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ടാബ് സെറ്റിംഗ്. ടാബ് സെറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൊറിസോണ്ടൽ റൂളറാണ്. ഹൊറിസോണ്ടൽ റൂളറിലാണ് നമ്മൾ ടാബ് സെറ്റ് ചെയ്യുന്നത്. വിച്ച് മെനു കണ്ടെയ്ൻസ് സിമ്പിൾ ഓപ്ഷൻ ഇൻ എം എസ് വേർഡ്? എം എസ് വേർഡിൽ സിമ്പിൾ ഓപ്ഷൻ വരുന്നത് ഏതിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇൻസേർട്ടിലാണ്. വാട്ട് ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ് ബിഫോർ പേസ്റ്റ്? പേസ്റ്റിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേസ്റ്റിന് മുന്നേ ആയിട്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കട്ട് ഓർ കോപ്പി. അതായത് നമുക്ക് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പേസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, സെലക്ട് ടെക്സ്റ്റ് അവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഐറ്റം കോപ്പി ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ടെക്സ്റ്റ് ഇൻ അപ്പർ കേസ് ഓർ വൈസ് വേഴ്സ? അതായത് താഴെ തന്നിട്ടുള്ള ഏത് കമാൻഡാണ് അപ്പർ കേസിലേക്കും ലോവർ കേസ്, അതായത് ചേഞ്ച് കേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Shift+A ആണ്. ഹൗ ടു ക്രിയേറ്റ് എ മാക്രോ? മാക്രോൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതേ ഉള്ളൂ. അതിൻ്റെ എങ്ങനെയാണ് മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടാബിലാണ് മാക്രോ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യൂ മാക്രോ റെക്കോർഡാണ്. വ്യൂ മാക്രോ റെക്കോർഡ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതില്ലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർ മെയിലിംഗ്സ് ടാബ് എൻവലപ്സ് ആൻഡ് ലേബൽസ് കണ്ടെയ്ൻ ഇൻ വിച്ച് മെനു? അതായത് എൻവലപ്സും ലേബൽസും ഏതിലാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ക്രിയേറ്റ് ആണ്. ക്രിയേറ്റ്, മെയിലിംഗ്സ് ടാബിൽ ക്രിയേറ്റിലാണ് ഈ എൻവലപ്സും ലേബൽസും വരുന്നത്. ദ കമാൻഡ് ഇൻസേർട്ട് ക്യാപ്ഷൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് റെഫറൻസ് ടാബ്? റെഫറൻസ് ടാബിലെ ഏത് ഗ്രൂപ്പിലാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി, ക്യാപ്ഷൻസ് ആണ്. ഓറിയന്റേഷൻ കമാൻഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഗ്രൂപ്പ്? ഓറിയന്റേഷൻ കമാൻഡ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ആൻസർ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ആണ്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് റോ ആൻഡ് കോളം ഇൻ എക്സൽ ഈസ് നോൺ ആസ്? എക്സലില് റോ ആൻഡ് കോളത്തിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെല്ലാണ്. ദ ബേസിക് അറേഞ്ച്മെന്റ് ഫോർ എ സ്പ്രെഡ്ഷീറ്റ് ഈസ്? അതായത് സ്പ്രെഡ്ഷീറ്റിന്റെ ബേസിക് അറേഞ്ച്മെന്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രിഡ് ആണ്. ഗ്രിഡ്. ബേസിക് അറേഞ്ച്മെന്റ് ഫോർ എ സ്പ്രെഡ്ഷീറ്റ്, അതായത് ആ സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത് ഈ ഗ്രിഡിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ഗ്രിഡ് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അത് നമുക്ക് ഗ്രിഡ് ലൈൻസും വേണമെങ്കിൽ കാണാൻ പറ്റും. ഷോ ഹൈഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രിഡ് എനേബിൾ ചെയ്യാം. ഓക്കെ, അതായത് ഏതിലാണെങ്കിലും വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഗ്രിഡിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കോളം പോലെ ഉണ്ടാവും. അതിനെയാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ മെനി വർക്ക് ഷീറ്റ്സ് ആർ ദർ ഇൻ എ വർക്ക് ബുക്ക് ബൈ ഡിഫോൾട്ട്? ഡിഫോൾട്ടായിട്ട് എത്ര വർക്ക് ബുക്ക് ഉണ്ടാവും വർക്ക് ഷീറ്റിൽ? ആൻസർ ഓപ്ഷൻ ബി, 3 ആണ്. വേർ ഡസ് ദ പ്രൊട്ടക്ട് ഷീറ്റ് ഓപ്ഷൻസ് അപ്പിയർ ഇൻ എക്സൽ? എക്സലിൽ പ്രൊട്ടക്ട് ഷീറ്റ് എവിടെയാണ് വരുന്നത്? ആൻസർ ഹോമിൽ, സെല്ലിൽ, ഫോർമാറ്റ്. ഹോം സെൽ ഫോർമാറ്റ്. Which chart is used to show what percent a particular item represents a data series? ആൻസർ ഓപ്ഷൻ എ ആണ്, പൈ ചാർട്ട് ആണ്. പൈ ചാർട്ട്. ഓക്കെ, അതായത് പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ടിൽ കാണിക്കുന്നതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കാര്യങ്ങളും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് പോലെ സിമിലർ ആയിട്ടുള്ളതാണ് ഡോണറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.